ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ചിത്സ്വരൂപികളായ പുണ്യാത്മാക്കളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മൗനവ്രതം. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോമാനസമുച്യതേ. മാനസ തപസ്സിൽ ഏറ്റവും പ്രധാനം മൗനവ്രതമത്രേ. പ്രിയരെ, സ്വന്തം മനസ്സിനെ വരുതിയിൽ നിർത്തി കഴിയുന്നവർ ഈ ലോകത്തെ മുഴുവൻ ജയിച്ചവനേക്കാൾ ശ്രേഷ്ഠനാണ്. ഇത്രയും ചഞ്ചലമായ ഒരു വസ്തു ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. മനോനിയന്ത്രണം സാധ്യമാകുന്നതിന് ഗീത പറയുന്ന അഭ്യാസങ്ങളിലൊന്ന് മൗനവ്രതമാണ്. നമ്മുടെ നാവ് ശബ്ദോച്ചാരണത്തിന് സഹായിക്കുന്ന ഇന്ദ്രിയമാണെന്നതുപോലെ ആഹാര സാധനങ്ങളുടെ രുചിയറിഞ്ഞ് ആരോഗ്യകരമായവയെ മാത്രം ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഒരു കാവൽക്കാരൻ കൂടിയാണ്. മൗനവ്രതം അനുഷ്ഠിക്കുമ്പോൾ നാം നിയന്ത്രിക്കുന്നത് നാവിനെയാണ്. നാവ് കർമ്മേന്ദ്രിയമാണ്, ഒപ്പം ജ്ഞാനേന്ദ്രിയവുമാണ്. ഒന്നും സംസാരിക്കാതെ തോന്നിയതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും പലതരം ചിന്തകളിൽ മനസ്സിനെ കയറൂരി വിടുകയും ചെയ്താൽ അത് മൗനവ്രതമാവില്ല. മൗനവ്രതം പൂർണ്ണമാകണമെങ്കിൽ മൗനം ദീക്ഷിക്കുന്നതിനൊപ്പം മനസ്സിനെ സങ്കല്പങ്ങളിൽ അലഞ്ഞുതിരിയാൻ അനുവദിക്കാതിരിക്കുകയും വേണം. ഒരു പുരാണ കഥയിൽ സമുദ്രത്തിൽ ആഴ്ന്നുപോയ ഒരു നഗരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആഴങ്ങളിൽ മണിനാദം മുഴങ്ങുന്നു, സാന്ദ്രസംഗീതം അലയടിക്കുന്നു. നിശബ്ദതയിൽ മാത്രമേ ആ നാദം ശ്രവിക്കാൻ സാധിക്കൂ. ഹൃദയമാണ് ആ സമുദ്രം. അതിന്റെ ആഴങ്ങളിൽ ഈശ്വര സങ്കേതമുണ്ട്. ആ ഗാനം ശ്രവിക്കണമെങ്കിൽ നിൽക്കുക, മൗനത്തിലേക്ക് ആഴ്ന്നു ചെല്ലുക, ശ്രദ്ധിക്കുക. മൗനം നിങ്ങൾക്കായി നാദധാര പൊഴിക്കും. സ്നേഹപൂർവം, രഞ്ജൻ കയനാടത്ത്.